ഹായ്. നമ്മൾ മാതാപിതാക്കൾ കളിപ്പാട്ടം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു അബദ്ധമുണ്ട്. കടയിൽ പോയി ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വലിയ ലൈറ്റും സൗണ്ടുമൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി കുട്ടിക്ക് നൽകും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ കുട്ടി ഈ കളിപ്പാട്ടം മാറ്റിവെച്ച് അത് കൊണ്ടുവന്ന കാർഡ്ബോർഡ് പെട്ടി വെച്ച് കളിക്കുന്നുണ്ടാകും. ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാറില്ലേ? ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. പ്രശസ്ത സൈക്കോളജിസ്റ്റ് ജീൻ പിയാഷെയുടെ തിയറി പ്രകാരം 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് സ്വന്തമായി ചിന്തിക്കാനും കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പഠിക്കാനും തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഈ പ്രായത്തിൽ കുട്ടിയെ വെറും ഒരു കാഴ്ചക്കാരനാക്കുന്ന ബാറ്ററി ടോയ്സ് അല്ല വേണ്ടത്, മറിച്ച് അവരുടെ ബുദ്ധിയും സംസാരശേഷിയും കൂട്ടുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ടോപ്പ് 5 കളിപ്പാട്ടങ്ങളുടെ ചെക്ക് ലിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നാമതായി ഡോൾ ഹൗസുകൾ, അല്ലെങ്കിൽ ചെറിയ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ വെച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ്. ഇത് മരത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ആകാം. ഈ പ്രായത്തിൽ കുട്ടികൾ സ്വന്തമായി കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ പാവകളെ വെച്ച് അവർ അച്ഛനെയും അമ്മയെയും കുട്ടിയെയുമൊക്കെ ഉണ്ടാക്കി കളിക്കും. ഇതിലൂടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള സോഷ്യൽ റൂൾസ് അവർ പഠിച്ചെടുക്കാനും ഒപ്പം അവരുടെ ഭാഷയും വളരെ വേഗത്തിൽ വികസിക്കും. രണ്ടാമത്തേത് ബ്ലോക്കുകൾ, വലിയ ഡുപ്ലോ സെറ്റുകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടൈലുകളാണ്. ഇതൊരു അത്ഭുത ലോകമാണ്. ഇത് വെച്ച് അവർ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ വലിയൊരു പ്രോബ്ലം സോൾവിങ് നടക്കുന്നുണ്ട്. ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെക്കുമ്പോൾ വലുപ്പം, ബാലൻസ്, പലതരം ഷേപ്പുകൾ എന്നിങ്ങനെ കണക്കുകളുടെ അടിസ്ഥാന കാര്യങ്ങൾ അവർ അറിയാതെ തന്നെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാറ്റഗറി സിമ്പിൾ ആയിട്ടുള്ള ബോർഡ് ഗെയിമുകളാണ്. ലുഡോ പോലുള്ള വലിയ കളികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ മെമ്മറി കാർഡ് ഗെയിമുകൾ, അല്ലെങ്കിൽ നമ്പറുകൾക്ക് പകരം നിറങ്ങൾ വെച്ചുള്ള ഡൈസ് ഗെയിമുകൾ എന്നിവ ഈ പ്രായത്തിൽ നൽകാം. കളി ജയിക്കാൻ വേണ്ടി അവർ ഊഴം കാത്ത് നിൽക്കാൻ പഠിക്കുന്നു. നിയമങ്ങൾ അനുസരിക്കാനും കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാനും ഇത് കുട്ടികളെ വലിയ രീതിയിൽ സഹായിക്കും. എല്ലാവരും ഒരുമിച്ച് ജയിക്കുന്ന കോ ഓപ്പറേറ്റീവ് ഗെയിമുകളും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നാലാമത്തേത് 12 മുതൽ 24 പീസുകളുള്ള ജിക്സോ പസിലുകൾ. കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന മൃഗങ്ങൾ, വാഹനങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളുള്ളത് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, പല കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഒന്നാകുന്ന പാർട്ട് ടു ഓൾ തിങ്കിങ്, അതാണ് ഇവിടെ നടക്കുന്നത്. കൃത്യമായ പീസ് എവിടെ വെക്കണമെന്ന് അവർ കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്തെടുക്കുന്നു. ഒരു കാര്യം പൂർത്തിയാകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാനും ഈ പസിലുകൾ അവരെ സഹായിക്കും. അവസാനമായി അഞ്ചാമത്തേത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ആർട്ട് ആൻഡ് പ്രിറ്റൻഡ് പ്ലേ പാക്കാണ്. ഇതിൽ കുറച്ച് വണ്ണമുള്ള ക്രയോണുകൾ, കുറച്ച് പേപ്പറുകൾ, കുറച്ച് പ്ലേഡോ, പിന്നെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയോ ഡോക്ടർ കോട്ടോ, പോലീസിൻ്റെ തൊപ്പിയോ, സൂപ്പർ ഹീറോ ഡ്രസ്സോ ഒക്കെ ആകാം. ഒപ്പം 1-2 പപ്പറ്റുകളും. ഇതിലൂടെ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ അവർ പേപ്പറിലേക്ക് വരച്ചിടുന്നു. സിംബോളിക് റെപ്രസെൻറ്റേഷൻ. പ്ലേഡോ കുഴക്കുമ്പോൾ വിരലുകൾക്ക് നല്ല വ്യായാമം കിട്ടുകയും വേഷങ്ങളിട്ടവർ റോൾ പ്ലേ ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, ഒരു കളിപ്പാട്ടം സ്വന്തമായി പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് പണിയെടുപ്പിക്കുന്നതാണ്. ഈ 5 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു ചെക്ക് ലിസ്റ്റ് വെച്ച് ഇനി കളിപ്പാട്ടങ്ങൾ വാങ്ങി നോക്കൂ. കുട്ടികളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം. ഈ പറഞ്ഞ 5 കാറ്റഗറിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ഏതാണ്? അത് താഴെ കമൻറ്റ് ചെയ്യാമോ? ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.